പണിയറ 8ൻ്റെ പണിയല്ലേ, 8 പണി 8 എണ്ണ 8 അല്ലേ, 7 എന്ന് പറയുമ്പോൾ 1 കുറവ്. ആ 1 കുറവ് ഏതാണെന്നറിയോ? ആ 1 കുറവുള്ള സാധനമാണ് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഒരു പണി. വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ഓടട്ടെ, വോട്ടിംഗ് മെഷീൻ പോട്ടെ, ബൂത്ത് പോട്ടെ, വോട്ട് ചെയ്യാൻ. എന്നിട്ട് വിരലുമ്പോൾ മറ്റേ നീല മെഷീൻ കൊണ്ട് വെച്ചിട്ട് യെസ് ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. രേണു സുധിക്കായി എന്താ പറയുക, രേണു സുധിക്ക് ബിഗ് ബോസ് നേടിക്കൊടുക്കാനുമായി എൻ്റെ ശരീരത്തിലോടുന്ന ഓരോ തുള്ളി ചോരയും തിളയ്ക്കുന്നു. PR ടീം രേണുവിനെ വേഗം പിടിച്ചു വെച്ച് കൊണ്ടുവരാനുള്ള പണിയെടുത്താണോ എനിക്ക് സംശയം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധി ആരാ പറഞ്ഞു കൊടുക്കുക? ഇത്രയൊക്കെ പൊട്ട ബുദ്ധി ആരെയും പറഞ്ഞു കൊടുക്കുമോ? ഇത്രയും ഗതികെട്ട PR മണ്ടന്മാരായിട്ടുള്ള PR ടീംസ് ഇതിൻ്റെ പൈസ ഇതേ പറ്റിച്ചു കേട്ടോ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പ്രേക്ഷകരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ബിഗ് ബോസ് എന്ന ഷോ, ചില ആൾക്കാർ പറയും ഞാൻ ബിഗ് ബോസ് ഷോയുടെ ഒരു ഫാനാണെന്ന് പറയും. നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണോ? ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. പല ആൾക്കാരും പറയും ബിഗ് ബോസ് ഞാൻ കാണാറില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇവർക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ബിഗ് ബോസ് കാണും. അല്ലെങ്കിൽ ഈ ഷോ എന്താണെന്ന് തന്നെ അറിയില്ല. ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട് എല്ലാ കൊല്ലവും. അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 2.7 കോടി ആൾക്കാരാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഷോ കണ്ടിട്ടുള്ളത്. നോക്കൂ, ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ ടാഗ് ലൈൻ തന്നെ എന്താണെന്ന് വെച്ചാൽ 7ൻ്റെ പണി എന്നുള്ളതാണ്. അറിയാലോ? അപ്പോൾ എന്താണ് നമ്മൾ 8ൻ്റെ പണി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ 7ൻ്റെ പണി എന്ന് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അവരിങ്ങനെ പറഞ്ഞിട്ടുള്ള 7ൻ്റെ പണി ആദ്യമൊക്കെ ഇതിന് എല്ലാവരും കളിയാക്കിയിട്ടുണ്ട്. എനിക്ക് ഇന്ന് ഒരു വിഷയം കണ്ടപ്പോൾ, ഇന്ന് എനിക്കൊരു വീഡിയോ കണ്ട സമയത്ത്, അല്ലെങ്കിൽ ഒരു നടന്നിട്ടുള്ളൊരു സംഭവം, ഞാൻ ഓൾറെഡി എൻ്റെ മെയിൻ ചാനലിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു കഴിഞ്ഞു. ഞാൻ ആ ഒരു സംഭവം കണ്ട സമയത്ത് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചിട്ടുള്ള 7ൻ്റെ പണി എന്നുള്ളത്. അതായത് ടോട്ടൽ പണിയറ 8ൻ്റെ പണിയല്ലേ, 8 പണി 8 എണ്ണ 8 അല്ലേ, 7 എന്ന് പറയുമ്പോൾ 1 കുറവ്. ആ 1 കുറവ് ഏതാണെന്നറിയോ? ആ 1 കുറവുള്ള സാധനമാണ് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഒരു പണി. രേണു സുധി അലിയാസ് രേഷ്മ പി തങ്കച്ചൻ. സീരിയസ്ലി, കാരണം വെച്ചാൽ 7ൻ്റെ പണി ബാക്കി ഒരു പണിയും കൂടി കൂട്ടുമ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഈ പ്രാവശ്യം 8ൻ്റെ പണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് ഞാൻ 2-3 കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം നിങ്ങളിപ്പോൾ സ്ക്രീനിലൊരു ഫോട്ടോ കാണുന്നുണ്ടല്ലോ, മലയാളം സിനിമ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. സ്ക്രീനിലൊരു ഫോട്ടോ കാണുന്നുണ്ട്, വിഷമം തോന്നുന്ന ഫോട്ടോ ആണ്. അതായത് മരിച്ചു പോയിട്ടുള്ള മിമിക്രി കലാകാരന്മാർ, മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ട കലാപ്രതിഭകൾ എന്നും പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ഇതിൽ അബി, മണിച്ചേട്ടൻ, സുബി, സിദ്ദിഖ, ഇപ്പോൾ മരിച്ചിട്ടുള്ള നവാസ് ഭായ്, അങ്ങനെ കൊച്ചിൻ ഹനീഫ്ക, NF വർഗീസ്, എല്ലാവരുടെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കൊല്ലം സുധിയേയും കൂടെ ഒരു മൈക്ക് കൊടുത്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി കൊല്ലം സുധിയും കൂടി ഇതിൽ കേട്ടിട്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ ആലോചിച്ചു, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബാച്ചിൽ കൊല്ലം സുധി ഇല്ല, ബാച്ചിലില്ല. പക്ഷെ ശരിയാണ്, നല്ല കലാകാരനായിരുന്നു. അയാളുടെ മിമിക്രിയും അഭിനയവും കാര്യങ്ങളും കോമഡിയൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അത്രയും ആസ്വദിച്ചിട്ടുണ്ട്. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോഴും നമ്മളൊക്കെ പറയുന്നതും ഡിസ്കസ് ചെയ്യുന്നതും എന്താണ് കാരണം എന്നുള്ള ഒരുവിധം എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാലോ. അവരുടെ വൈഫായിട്ടുള്ള രേണു സുധിയുടെ പ്രകടനങ്ങളെ കൊണ്ടാണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പോവാം. ആ സുധി എങ്ങനെ ഇതിൽ വന്നു? ഇത്രയും ലെജൻസിൻ്റെ ഇടയിൽ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ അവന്? കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ ഇത്ര അധികം ഇട്ടിട്ട് വളരെ മോശക്കാരനാക്കിയതിൽ വലിയൊരു പങ്ക്, അല്ലെങ്കിൽ പങ്ക് തന്നെ പറയാം, അവരുടെ വൈഫായിട്ടുള്ള ഇപ്പോൾ ബിഗ് ബോസ് പോയിട്ടുള്ള രേഷ്മ പി തങ്കച്ചനാണ്. പിന്നെ അതിനുശേഷം വീണ എസ് പിള്ളൈ, അതിനോട് ചേർന്നിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ. ഈ വിവാദങ്ങളെല്ലാം കൂടിയിട്ട് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുള്ള സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി മരിച്ചോടത്ത് പറയില്ല, ജീവിച്ചിരുന്ന സമയത്ത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, രണ്ടാമത് സ്ത്രീ വിഷയത്തിൽ വളരെ മോശം, മദ്യപാനം, ഒരു പുരുഷൻ എന്തൊക്കെ പരിപാടികൾ പാടില്ല, ഒരു മനുഷ്യൻ എന്തൊക്കെ പരിപാടികൾ പാടില്ല, ഈ വക സംഗതികളൊക്കെ ഒത്തുചേർന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ ടീമിൽ സുധി ഇല്ല, സുധി വേറെ ട്രൂപ്പിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സുധി കാരണം ഫേസ്ബുക്ക് ഇൻസ്റ്റ തുറക്കാൻ മടിയായി. മനസ്സിലായോ? ഇങ്ങനെ ഒരുപാട്
സുധി അധികപ്പറ്റാണ്. എത്ര അധികം ഹെയ്റ്റാണ് ഈ ഒരു, എനിക്ക് ബാക്കിയുള്ള കമൻറ്റ് വായിക്കുന്നില്ല, വായിക്കാൻ വയ്യ. കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള കലാകാരന് ഇത്ര അധികം ഹെയ്റ്റ്, ഞാൻ സുധിക്ക് ഹെയ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. രേണുസുധിക്ക് നല്ല വെയിറ്റ് ഉണ്ട്, രേഷ്മ പി തങ്കച്ചന് നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷേ സുധിക്ക് ഹെയ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഫേസ്ബുക്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ കംപ്ലീറ്റ് സുധിക്ക് ഹെയ്റ്റാണ്. ഇത്ര അധികം ഹെയ്റ്റിന് അയാൾ ഡിസർവ് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ കാരണം അവരുടെ ഭാര്യ ആയിട്ടുള്ള രേണുസുധി ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് സഹായിച്ച ആൾക്കാരെ നന്ദികേട് കാണിച്ചു, അവരെ പറ്റി വളരെ മോശം പറഞ്ഞു. ആ വീട് മുതൽ മതിൽ മുതൽ ഓരോ വിഷയങ്ങളിലും, മനസ്സിലായോ? ഇത്രയൊക്കെ ഇതിലുള്ള നന്ദികേട് കാണിച്ചത് ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു ചങ്ങാതിനെ ഈ രീതിയിൽ സോഷ്യൽ മീഡിയ പറയുന്നത്. ഇന്ന് ഞാൻ ഇത് പറയാനുള്ള വേറെ ഒരു റീസണും കൂടി ഉണ്ട്. ഞാനിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ തന്നെ ഓൾറെഡി ഈ ഒരു വീഡിയോ ഈ ഒരു വിഷയത്തിൽ ചെയ്തു കഴിഞ്ഞു. രേണുസുധി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ. ഞാൻ ആദ്യത്തെ ആഴ്ച എലിമിനേഷനിൽ വന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് ആദ്യം തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് പോയിരിക്കണേ. എങ്ങനെയുണ്ട്? നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചാണ് ആദ്യം. അവരുടെ ചാനലിലൊരു വീഡിയോ വന്നു, ഞാൻ ഇപ്രാവശ്യം ബിഗ് ബോസിലില്ല, ഞാൻ കുറച്ച് ദിവസം ചേച്ചിയുടെ അടുത്താണ് നിൽക്കുന്നത്, തേങ്ങ ചക്ക ഉക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് മനുഷ്യന്മാരെ വീഡിയോ കാണുന്നവരെയും ബാക്കിയുള്ളവരെയും പച്ചയ്ക്ക് കളിയാക്കിക്കൊണ്ട് പൊട്ടന്മാരാക്കിക്കൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ എയർപോർട്ടിൽ നിൽക്കുന്ന നേരാണ് ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടതാണല്ലോ ആ വീഡിയോ അല്ലേ? ആ സമയത്ത് എയർപോർട്ടിലാണ്, ആ സമയത്താണ് വന്നിട്ടുള്ളത് ഞാൻ ബിഗ് ബോസ് പോകുന്നില്ല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ബിഗ് ബോസിന് ഉത്തരത്തിലെത്തിയതിന് ശേഷം പിന്നീട് മെഴുകുതിരി എത്തിക്കുന്ന വീഡിയോ, അവിടെ നിന്നിട്ട് ഓരോരോ വീഡിയോ PR വർക്കിൻ്റെ ഭാഗമായിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6, മലയാളം പോട്ടെ, ലോക ചരിത്രത്തിലെ ബിഗ് ബ്രദറിൻ്റെ ഇതിൽ പോലും ഇത്ര അധികം ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ബേബി ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയില്ല. ബിഗ് ബോസ് നിങ്ങൾ ആരെയും കമൻറ്റ് ചെയ്യും, ഇങ്ങനെ ഒരു ചങ്ങായിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്താ പറയുക സംഭവം? ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് തരാം, ഒരു മിനിറ്റ്. വീഡിയോ മുഖ്യോ ഇല്ല. നമസ്കാരം, ഞാൻ രേണുസുധിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും, സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമസ്കാരം, ഞാൻ രേണു. ഓടട്ടെ, വോട്ടിംഗ് മെഷീൻ പോട്ടെ, ബൂത്ത് പോട്ടെ, വോട്ട് ചെയ്യാൻ. എന്നിട്ട് വിരലുമോ മറ്റേ നീല മെഷീൻ കൊണ്ട് വെച്ചിട്ട് യെസ് ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. രേണുസുധിക്കായി, എന്താ പറയുക, രേണുസുധിക്ക് ബിഗ് ബോസ് നേടിക്കൊടുക്കാനുമായി എൻ്റെ ശരീരത്തിലോടുന്ന ഓരോ തുള്ളിച്ചോരയും തിളയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു ബുദ്ധി രാക്ഷസിയായിരുന്നു ആ വീട്ടിനുള്ളിൽ മിണ്ടാതിരിക്കുന്നത്. ഇത് കാരടാ, അല്ല അടിപൊളി PR വർക്ക് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി എൻ്റെ മറ്റേ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ മക്കളെ, ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്ര അധികം ഇങ്ങനത്തെയൊക്കെ, ഞാനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് പല ഗ്രൂപ്പ്സിലും കാര്യങ്ങളൊക്കെ, ബിഗ് ബോസിന് ഓൾറെഡി ഇത് സഹിതം കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ പല ആൾക്കാരും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓൾറെഡി ടീം ഇതിന് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ PR ടീം രേണുവിനെ വേഗം പിടിച്ചു വെച്ച് കൊണ്ടുവരാനുള്ള പണിയെടുത്താണോ എനിക്ക് സംശയം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധി ആരാ പറഞ്ഞു കൊടുക്കുക? ഇത്രയൊക്കെ പൊട്ട ബുദ്ധി ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? അല്ലേ? നിങ്ങളെന്നെ പറയൂ. ബിഗ് ബോസ് ഇത് ആർക്കും കണ്ടാൽ മനസ്സിലാവില്ലേ? കാരണം ബിഗ് ബോസിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾ അല്ലെങ്കിൽ പറയാം, ഞാൻ ഈ സമയം ബിഗ് ബോസിനുള്ളിലായിരിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തിരക്കില്ല. ഞാൻ ഈ ആഴ്ച എലിമിനേഷനിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ ഇവിടെ ഇത്രയും ഗതികെട്ട ബുദ്ധി ഉപദേശിക്കാൻ നിൽക്കുന്ന ആൾക്കാർ എവിടെ ഉണ്ട്? സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇത്രയും ഗതികെട്ട PR മണ്ടന്മാരായിട്ടുള്ള PR ടീംസ് ഇതിൻ്റെ പൈസ ഇതിനെ പറ്റിച്ചു കേട്ടോ. PR ഏറ്റെടുത്ത് ആരായാലും ഇതിനെ പറ്റിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഐഡിയ, ഇത് എൻ്റെ ഐഡിയ ആയി പോയി ഇരിക്കേണ്ടതുണ്ടോ PR? ഇജായത്തെ പൊട്ട ഐഡിയക്കാരെയും പറഞ്ഞു കൊടുക്കുമോ? അല്ല, നിങ്ങളത് അഭിപ്രായം പറയുള്ളൂ. ഇതുപോലത്തെ ബ്ലണ്ടർ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റേ ലാലേട്ടൻ പറഞ്ഞ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകാറില്ലേ, ഒന്ന് പൂവിട്ട് പൂജിക്കണം. ഇങ്ങനെ ഒരു ഐഡിയ, വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി. ബിഗ് ബോസിൻ്റെ ഹൗസിൻ്റെ ഉള്ളിൽ ചെന്നിട്ടേ ഞാൻ ഈ ആഴ്ച എലിമിനേഷൻ, ഇനിയിപ്പോൾ അടുത്ത എത്ര വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓരോ ആഴ്ചത്തെ എലിമിനേഷനിലോ? ചേടാ, വല്ലാത്ത ജാതി, അല്ലാണ്ട് ഇപ്പം എന്താ പറയല്ലേ. എന്തായാലും രേണുസുധി മയം. അപ്പോൾ 7ൻ്റെ പണി എന്താണെന്നുള്ളത് ആരും ഇനി അന്വേഷിച്ച് നടക്കണ്ട. 7ൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിൻ്റെ വകയാണ് 7ൻ്റെ പണി. ബാക്കി ഒന്നിൻ്റെ പണി രേണുസുധിയാണ്.
7ന്റെ പണി പ്ലസ് രേണു സുധി ഈക്വൽ ടു 8ന്റെ പണി. ആർക്കാണ് പണി കിട്ടുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇതാണ് അടിയൻ്റെ എളിയായ അഭിപ്രായം. രേണുസുധി ഹേറ്റേഴ്സ് ആ വഴി പോയിക്കോളാം. സോറി, രേണുസുധി ഇഷ്ടപ്പെട്ട് ആരാധിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, PR കുട്ടികളും മറ്റു ടീംസൊക്കെ, ആ വഴി പോവുക. ഇവിടെ നിങ്ങൾക്ക് സ്ഥാനമില്ല, നിങ്ങൾക്ക് കണ്ട ഭ്രാന്ത് പിടിക്കും. ദയവ് ഇത് കാണണ്ട കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൻ്റെ പേര് നോക്കുക, ഗോപ്രോ മച്ചാൻ 2.0 എന്നാണ്. ഈ ചാനലും സബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിലുണ്ടായിരിക്കും വീഡിയോ. കാരണം എന്താ അറിയോ, നമ്മളെ ചാനൽ അടിച്ചു കളയുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരായിട്ട് നമ്മൾ രക്ഷ നേടുന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ കഴിവുണ്ടായിട്ടോ ക്യാമറയും കാര്യങ്ങളുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഒരു ചാനലുണ്ടായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ. അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇതാക്കി കീഴ്പ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു പരിപാടി ആയിട്ട് വരും കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.